എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു ട്രേ എടുത്തിട്ട് ഞാൻ കമ്പി ചൂടാക്കിയിട്ട് പൊത്ത് തുളച്ച് അതിൽ ചെയ്യണ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ പൊത്ത് തുളച്ചുള്ള ഈ ഇതിൽ ഞാനിതാ കുറച്ച് മണ്ണ് ഇട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ എന്തിനാണെന്നറിയാം, ഞാൻ ഇവിടെ അങ്ങനെ 2 കൂർക്കട ഇത് കിട്ടിയപ്പോൾ ഞാനത് പാവി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് അതിങ്ങനെ തലയുണ്ടായി വരുമ്പോൾ നമുക്ക് ഓരോരോ കവറിൽ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാവിയിട്ടുള്ളതാണ്. കൂർക്ക മേടിച്ചപ്പോൾ അത് മുളച്ചു. അപ്പോൾ ഞാനിവിടെ ഈ പേരയുടെ കിടക്കിൽ ഞാനതിങ്ങനെ പാവി കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിങ്ങനെ വയ്ക്കാനുള്ള പരിപാടിയിലാണ് ഞാനതിൽ പാവിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഇവിടെ ഉണ്ടായി വെച്ചെങ്കിൽ നമുക്ക് കാശെടുത്ത് മേടിക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഒന്ന് കുഴിച്ചിടാനുള്ള പരിപാടിയാണ് കേട്ടോ, തലപ്പൊന്ന് കുഴിച്ചിടാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇതെന്ന് തന്നെ ഒരു കമ്പ് ഓടിക്കാം നമുക്ക്, ഒരു കുഴി കുത്താനായിട്ട്. എന്നിട്ട് ആദ്യം തന്നെ ഇതൊന്ന് ഒപ്പാക്കാം. ഇത് ഞാൻ ഇനി ഇതിന് തലപ്പുണ്ടാവാനാട്ടാ കുഴിച്ചിട്ടിട്ട് നമുക്ക് വേറെ ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കുഴി കുത്തിയിട്ട് ഇവിടെ ഒരു കുഴി കുത്തണം, ഇവിടെ ഒരു കുഴി കുത്തണം, ഇവിടെ ഒരു കുഴി കുത്തണം. അങ്ങനെ നമുക്ക് ഇതിൽ പറ്റാവുന്ന അത്രയും നമുക്ക് തലപ്പ് വയ്ക്കാം. മണ്ണിലാവുമ്പോൾ നമുക്ക് അതിനുള്ള സ്ഥലമൊന്നുമില്ല, നമുക്ക് മാറ്റിയിട്ട് എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാൻ പറ്റും. അതിലൊരു അരയുണ്ട്, മണ്ണര. നിങ്ങളെന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സ്ഥലമുള്ളിടത്തൊക്കെ കുത്താൻ നിങ്ങൾക്ക്. ഇതിലിപ്പോൾ തലപ്പെത്തോണ്ടുണ്ടെന്ന് അറിയില്ല. ഇങ്ങനെ നുള്ളാട്ടോ. ഇത് എനിക്ക് എത്ര കൊണ്ടും ഇതിൻ്റെ മൂപ്പ് കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ കുഴിച്ചിടാം. നമ്മൾ സാധാരണ കൂട്ടാൻ വെക്കാനായിട്ട് നമ്മൾ കൂർക്ക ഉപ്പേരി വെക്കാനൊക്കെ ആയിട്ട് കൊടുന്നപ്പോൾ അത് മുളച്ചുണ്ടായിരുന്നു, അവിടെ കിടന്നിട്ട് മുളച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെ ഒരു ഐഡിയയിൽ കുടിച്ചിട്ടു. അപ്പോൾ നമുക്കത് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാമല്ലോ. ഇങ്ങനെ ഇനി ഇതിൻ്റെ തലപ്പ് വന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇങ്ങനെ കുഴിച്ചിടാം നമുക്ക്. അങ്ങനെ നമുക്ക് എല്ലാറ്റിലേക്കും അതിലിങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമുക്കതിനെ അമർത്താൻ ഒപ്പാക്കിയിട്ട് അമർത്തി വയ്ക്കുക കേട്ടോ. എന്തായാലും നല്ലതാണല്ലോ. അങ്ങനെ നമുക്കൊരു 2 കടയുമെന്നാണ് നമുക്കിങ്ങനെ കെട്ടി ഉണ്ടാക്കണത് നമ്മൾ. പിന്നെ ഇതിൻ്റെ തലപ്പ് വന്നിട്ട് വേറേക്ക് വെക്കണു. അപ്പോൾ അങ്ങനെ നമുക്കുണ്ടാവും. ഇതിൻ്റെ തല വന്നിട്ട് ഞാൻ വേറേക്ക് വെക്കണത് ഞാൻ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ ഇതിലൊന്ന് നടണമെന്ന് മാത്രം. എന്താ വെച്ചാൽ ഞാൻ ബോക്സിന് ഒരു കുറേ ഇങ്ങനെ തുളച്ചതിന് ശേഷം ചൂടാക്കിയിട്ട്, അപ്പോൾ അതിൻ്റെ വെള്ളം വീണ അതൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം വീണ്ടെങ്കിൽ ഒക്കെ അടിയിൽ കൂടെ പോവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇതുമെന്ന് തിളക്കി വെച്ചെങ്കിൽ അതുമെന്ന് ഇങ്ങനെ തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിൽ മഴ പെയ്തിട്ട് വെള്ളം വീഴാൻ വേണ്ടിയിട്ട് അടിയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പൊത്തുകൾ ഇട്ടത് കേട്ടോ.
നമുക്ക് ഇതിനൊക്കെ ഒന്ന് മൂടി കൊടുക്കാം, ഒന്ന് അമർത്തി കൊടുക്കാം. ഇതിലൊരു പുല്ല് പെട്ടുണ്ട്. നമ്മുടെ സ്കൈക്കുട്ടി ഇതാ നോക്കുന്നുണ്ടാ. ഞാൻ പണിയെടുക്കുമ്പോൾ ഒപ്പം വന്നിട്ട് എൻ്റെ കൂടെ വരിക അവൾ വന്നിട്ടുണ്ട് കേട്ടാ. സ്കൈ വാ, സ്കൈ കുട്ടി ഇങ്ങോട്ട് വരിക, അമ്മൻ്റെ കുട്ടി വരിക, പറ്റൂ. കുട്ടി വന്നിട്ടുണ്ട്. അമ്മ വിളിച്ചപ്പോഴേക്കും വന്നു കേട്ടോ. അവിടെ എന്നെ ഞാൻ തൊട്ട് പണിയെടുക്കണ വെച്ചെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ. അകത്ത് കിടക്കുക വെച്ചെങ്കിൽ ഒപ്പകത്ത് താഴത്ത് വന്ന് കിടക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ സ്കൈക്കുട്ടി. ഞാൻ എന്ത് പണിയെടുക്കുന്നുണ്ടെങ്കിലും എന്നെ ശ്രദ്ധിക്കാനായിട്ടൊരു കുട്ടിയുള്ളത് അവിടെ. എന്താ കണ്ടോ സ്കൈക്കുട്ടി സ്കൈയാ ഡീ അമ്മൻ്റെ പെണ്ണ്